തദ്ദേശ സഞ്ചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജനവിധിക്ക് മുന്നേ ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ യാത്രയായിരുന്നു തദ്ദേശ സഞ്ചാരം. നാടിൻ്റെ വികസനങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും വോട്ടർമാരോട് ചോദിച്ചറിയാനും അവ ജനവിധി തേടുന്നവരുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ള ഒരു യാത്ര. ഒടുവിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു, ജനവിധിയും വന്നു. ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി തദ്ദേശ സഞ്ചാരം യാത്ര ചെയ്യുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരെ കാണാനും അവർക്ക് പങ്കുവെക്കാനുള്ള വികസന കാഴ്ചപ്പാടുകൾ അറിയാനും അവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് കേൾക്കാനും. പൈതൃക നഗരിയായ തലശ്ശേരി ഇത്തവണയും കരുത്തുറ്റ കരങ്ങളിൽ തന്നെയാണ്. കാരായി ചന്ദ്രശേഖരനാണ് പുതിയ തലശ്ശേരി നഗരസഭ ചെയർമാൻ. വികസന വഴിയിൽ ബഹുദൂരം സഞ്ചരിക്കാനുണ്ട് തലശ്ശേരിക്ക്. കാരായി ചന്ദ്രശേഖരന്റെ കഴിവും അനുഭവ സമ്പത്തും വികസന വഴിയിൽ തലശ്ശേരിക്ക് കരുത്താകും എന്ന കാര്യത്തിൽ സംശയമില്ല. തലശ്ശേരിയുടെ വികസന കാഴ്ചപ്പാടുകളും അടുത്ത 5 വർഷം നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. തലശ്ശേരിയുടെ 155 വർഷം പൂർത്തീകരിച്ച ഒരു പൈതൃക നഗരമാണ് തലശ്ശേരി നഗരസഭ. ഒരുപാട് മഹാരാജന്മാർ നയിച്ചു കൊണ്ടുപോയ ഒരു നഗരസഭയാണ്. അവരെല്ലാവരും തലശ്ശേരിയുടെ പൊതുവികസനത്തിന് വേണ്ടി അവരുടേതായ കഴിയുന്ന സംഭാവന നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നിലക്കാണ് ഞാനിവിടെ ഈ നഗരസഭയുടെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ളത്. തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൈതൃക നഗരമാണിത്. ഈ പൈതൃക നഗരത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു നഗരമാണ്. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് തലശ്ശേരിയുടെ പൊതുവികസനത്തെ പറ്റി ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. തലശ്ശേരിയുടെ പൊതുവികസനത്തിന് ഇടപെടുമ്പോൾ വരുമാന സ്രോതസ് പ്രധാന ഘടകമാണ്. അതിനുവേണ്ടി തലശ്ശേരിയിലെ നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ പുതുക്കി പണിയേണ്ടതുണ്ട്. അതുവഴി തലശ്ശേരി വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. സർക്കാരിൻ്റെ സഹായം കിട്ടേണ്ടതുണ്ട്. അതുപോലെ തലശ്ശേരിയുടെ പൊതുവായ വ്യാപാര വ്യവസായികളും അതുപോലെ ജനങ്ങളുടെ വലിയ പിന്തുണ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടി തലശ്ശേരി നഗരത്തെ കൈവരാൻ 5 വർഷക്കാലം ഒരു വൻ മാറ്റം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ നേരത്തെ ഉള്ള തുടർച്ചയും കൂടിയാണ്. 2025 വരെയുള്ള ഇതിൻ്റെ തുടർച്ചയും കൂടിയാണ് വരാൻ പോകുന്നത്, ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ തലശ്ശേരി തീരപ്രദേശമാണ്. 4.5 കിലോമീറ്ററോളം തലശ്ശേരി തീരപ്രദേശമാണ്. തീരപ്രദേശത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി വികസനം സാധ്യമാവും അറിയേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും വലിയ രീതിയിലുള്ള ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. തലശ്ശേരിയുടെ MLA-യും ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീറും തലശ്ശേരിയുടെ പൊതുവികസനത്തിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയുടെ പല റോഡുകളും നല്ല ആധുനിക രീതിയിൽ തന്നെ പണിതിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് തലശ്ശേരി പറയാനുണ്ട്. തലശ്ശേരി അഭിമാനപൂർവ്വം കാണുന്നൊരു കാര്യമുണ്ട്. നല്ല പഴയ OB റോഡ് 50 വർഷമാണ് ആ റോഡിൻ്റെ കേടുകൂടാതെ ഉണ്ടായിരുന്ന റോഡ്. അതിന് തുല്യമായ റോഡുകൾ ഞങ്ങളിപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലശ്ശേരി നഗരസഭയുടെ മുമ്പിൽ MG റോഡ് ഒരു വളരെ കോൺക്രീറ്റ് എത്രയും വീട് നിൽക്കുന്ന രീതിയിൽ റോഡ് പണിതിട്ടുണ്ട്. AVK എന്ന റോഡ് അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ലോങ്ങൻസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് റോഡുകളിൽ പണി ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തലശ്ശേരിക്ക് ആകെ നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾ OV റോഡായിരുന്ന ഏറ്റവും ഒരു പേരെടുത്ത റോഡുകൾ. ആ റോഡിന് പകരം 4-5 റോഡുകൾ ഇപ്പം പുതുതായി തലശ്ശേരി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികളാണ് അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അവിടെ തലശ്ശേരിയുടെ പട്ടണത്തിന് ഹാർട്ട് ഓഫ് പട്ടണം നല്ല രീതിയിലുള്ള റോഡുകൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പട്ടണത്തിന് പുറത്തുള്ള ചില റോഡുകളെല്ലാം നമ്മൾ പുതുക്കി പണിയാൻ വേണ്ടി ആലോചന നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിന് 1000 റോഡുകൾ പദ്ധതി പ്രകാരം തലശ്ശേരി ഗ്രാമീണ റോഡുകളെല്ലാം ടെൻഡർ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും തലശ്ശേരി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ട് തലശ്ശേരി 2026 ആകുമ്പോഴത്തേക്കും ഒരു ഘട്ടം ഞങ്ങൾ വികസന പ്രവർത്തനം ആരംഭിക്കും. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും വൻ മാറ്റങ്ങളാണുള്ളത്. തലശ്ശേരി ആശുപത്രി എത്രയും വേഗത്തേക്ക് അവിടെ നിന്ന് മാറ്റി തലശ്ശേരി കണ്ടിക്കൽ ചിള്ളക്കര വാർഡിലേക്ക് അത് മാറ്റി താമസിപ്പിക്കുന്നു. രണ്ടാമത് അമ്മയും കുഞ്ഞു ഹോസ്പിറ്റൽ ജാനുവരിയോട് കൂടി എന്ത് ചെയ്യും, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിൻ്റെ പ്രവൃത്തിയെല്ലാം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി തന്നെ തലശ്ശേരി ഹോസ്പിറ്റലിലെ ചില പ്രത്യേക യൂണിറ്റുകളും ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിലേക്ക് മാറ്റും.
അത് നടക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയും തലശ്ശേരിയുടെ ഇന്നുള്ള ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം മികച്ച പശ്ചാത്തല മേഖലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗേൾസ് സ്കൂൾ കൂടെ ഗേൾസ് ഹൈസ്കൂൾ കുടിവെള്ള സ്കൂളെല്ലാം പുതിയ കെട്ടിടങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലശ്ശേരി വികസനത്തിൻ്റെ സാധ്യത ഒരു 5 വർഷക്കാലത്തേക്കുള്ളതെല്ലാം നടന്നതിൻ്റെ വലിയൊരു അടിത്തറ ഒരുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഇനി വരുന്ന 5 വർഷക്കാലം തലശ്ശേരി നഗരത്തെ ജനങ്ങളുടെ എല്ലാ പിന്തുണയോടുകൂടി, അത് വ്യാപാരി സമൂഹത്തിൻ്റെ ഉണ്ട്, ജനങ്ങളുടെ ആകെ സഹായത്തിൻ്റെ എല്ലാ പിന്തുണയോടുകൂടി ഞങ്ങൾ തലശ്ശേരി നഗരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാണ് പറയാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രകടന പത്രിക പറയുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം വർക്ക് ഞങ്ങൾ കൈക്കൊള്ളും. ഇപ്പം കൗൺസിൽ ഞങ്ങൾ ഇതിൻ്റെ ചുമതലയേറ്റ് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരേണ്ടതുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും കൂട്ടായ പ്രവർത്തനങ്ങളോട് 53 നഗരസഭാംഗങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ പ്രവർത്തനവും ഇവിടെയുള്ള ജീവനക്കാരുടെ പ്രവർത്തനവും അതുപോലെ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു തലശ്ശേരി നഗരത്തെ ഒരു മാറ്റത്തിന് വിധേയമാക്കുമെന്നാണ് ഞങ്ങൾ സ്വപ്നം. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ പത്രമാധ്യമങ്ങളുടെ സഹായം വേണ്ടതുണ്ട്, അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗത്തിനും സഹായം വേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്താണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കൂത്തുപറമ്പിനെക്കുറിച്ച് അദ്ദേഹത്തിന് പങ്കുവെക്കാനുള്ള വികസന കാഴ്ചപ്പാടുകൾ കേൾക്കാം. ഒപ്പം അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ളത്. കൂത്തുപറമ്പ് നഗരസഭയിലെ 7ാമത് കൗൺസിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. 29 വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 29 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് തുടർന്ന് അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്ന നിലയുണ്ടായി. 29 കൗൺസിലർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂത്തുപറമ്പ് നഗരസഭയുടെ സമഗ്രമായ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നവകേരള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നവകേരളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ, നാളെ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടുമ്പോൾ നവകൂത്തുപറമ്പിനെയും സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൂത്തുപറമ്പ് പട്ടണത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തന കാലയളവിലെല്ലാം വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. കൂത്തുപറമ്പിൻ്റെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കൂത്തുപറമ്പ് നഗരസഭയിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതി അത് കൂത്തുപറമ്പിൻ്റെ സമഗ്രമായ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ച വളരെ ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ ഭരണസമിതി ആഗ്രഹിക്കുന്നത് നമ്മൾ ഏതൊരു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലും അതൊരു ഭാവിയിലേക്ക് കണ്ടുകൊണ്ട്, ചുരുങ്ങിയത് 50 വർഷത്തേക്കെങ്കിലും കാലയളവുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സമൂഹം, നമ്മുടെ അന്തരീക്ഷമെല്ലാം വളരെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂത്തുപറമ്പും അതിനനുസരിച്ച് ഉയരണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഭരണസമിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സാങ്കേതികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഇടപെടൽ മുൻകാല നഗരസഭയുടെ ഭരണസമിതി ഏറ്റെടുക്കുന്ന നിലയുണ്ടായി. തനത് ഫണ്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആദ്യ റീച്ച് പ്രവർത്തനമെങ്കിലും അടുത്ത 1 വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം കൂത്തുപറമ്പ് പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നാണ് കരുതുന്നത്. കൂത്തുപറമ്പ് പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിലുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ഇടപെടൽ, കൂത്തുപറമ്പ് നഗരത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കൽ, ഏറ്റവും അടിസ്ഥാനപരമായി ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളും സ്ട്രീറ്റ് ലൈറ്റും തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്.
ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരമാവധി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആവർത്തിച്ചു പറയുകയാണ്, ഞങ്ങൾ ഏതൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ പോലും അടുത്ത ഭാവിയിലേക്കുള്ള 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിക്കുന്നത് എന്നുള്ളതാണ്. കൂത്തുപറമ്പ് നഗരസഭ പോലെ തന്നെ യുവത്വത്തിന്റെ സുരക്ഷിത കരങ്ങളിലാണ് ഇത്തവണ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും. മുഹമ്മദ് ഫായിസ് അരുളാണ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ സാരഥി. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും അടുത്ത 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് കേൾക്കാം. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 6 ഗ്രാമപഞ്ചായത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. കോട്ടയം മലബാർ, അതുപോലെ തന്നെ ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം, പാട്യം, കുന്നോത്തുപറമ്പ്, തൃത്തമോട്ട്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതികൾ നടത്തി വന്ന കുറേയധികം പദ്ധതികളുണ്ട്. 30 വർഷക്കാലമായി ജനകീയാസൂത്രണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ 30 വർഷത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ പൊതുവിലുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ വികസന കാഴ്ചപ്പാടുകൾ നമുക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഏറ്റവും പ്രധാനം സംയോജന അടിസ്ഥാനത്തിൽ നമുക്ക് പദ്ധതികളെ ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യാൻ വേണ്ടി സാധിക്കും. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അവസാന വർഷം, സാമ്പത്തിക വർഷമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്, 2026-27. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറയുന്നത് തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് തൊഴിലവസരങ്ങളും വ്യാവസായിക സംരംഭങ്ങളും തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പ്രോത്സാഹന പദ്ധതികൾ നിരവധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൈപിടിച്ചുകൊണ്ട് തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തുകളും പ്രാദേശിക സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾ. അതിൻ്റെയൊക്കെ മാറ്റമാണ് നമ്മുടെ സംസ്ഥാനം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച് ഇടപെടാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. കാരണം അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാട് കഴിവുള്ളവർ, അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ ഇവിടെയുണ്ട്. വിജ്ഞാന കേരളം മിഷൻ ലക്ഷ്യമിടുന്നത് ഇത് തന്നെ. വിജ്ഞാന കേരളം മിഷന് നമുക്ക് ആവശ്യമുള്ള തൊഴിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംരംഭകരെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. പുതിയ സംരംഭകർ, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് സംരംഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ, മറ്റ് കമ്പനികൾ, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ വേണ്ടി, അത് നൈപുണ്യമുള്ള തൊഴിലാളികളെ. അപ്പോൾ നൈപുണ്യം കൊടുക്കാൻ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തി അതിന് പ്രത്യേക സാമ്പത്തിക വിഹിതം തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ആ നൽകുന്ന സാമ്പത്തിക വികസനത്തെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ നല്ല ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. ആ ഒരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട്, ഒരു കർത്തവ്യമായിട്ട് അടുത്ത 5 വർഷക്കാലം കൊണ്ട് മുന്നോട്ട് വെക്കും. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്ന പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് വിജ്ഞാന കേരളം മിഷൻ്റെ ഇന്റേണലുകൾ കൃത്യമായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുണപരമായിട്ടുള്ള പ്രശ്നമാണ്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആയുർദൈർഘ്യത്തിൻ്റെ വർധനവിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ ഇനിയൊരു 5-10 വർഷം കൂടി കഴിയുമ്പോൾ ജനസംഖ്യയുടെ ഗണ്യമായിട്ടുള്ള ഭാഗം വയോജനങ്ങളായിട്ട് മാറും. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ വയോവൃദ്ധരായിട്ടുള്ള ജനങ്ങളല്ല, കുറച്ചുകൂടി ആരോഗ്യമുള്ള, കുറച്ചുകൂടി ഇടപെടൽ ശേഷിയുള്ള വയോജനങ്ങൾ, അങ്ങനെയുള്ളവരാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് സമൂഹത്തിന് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടതുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ പരിചയം, അവരുടെ വ്യത്യസ്ത മേഖലകളിലുള്ള അറിവ്, ഇത് ഉപയോഗപ്പെടുത്താൻ പുതിയ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് വയോജന സൗഹൃദമാക്കുന്ന അന്തരീക്ഷത്തിലേക്ക്, അത് വയോജനങ്ങളെ സൗഹൃദമാക്കാൻ ഉദ്ദേശിക്കുന്നത്
അവർക്ക് ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഷെൽട്ടർ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അവർക്ക് കൂടിച്ചേരാനും അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കാനും അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ, ശേഷിയെ ഒന്നുകൂടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് മറ്റു വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ളൊരു ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് അടുത്ത 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള പഞ്ചായത്തുകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ മാതൃകാ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഈ പാലിയേറ്റീവ് പരിചരണ രംഗം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിചരണം കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു വിഭാഗമായിട്ട് പാലിയേറ്റീവ് രംഗം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന വിവിധ സംഘടനകൾ, വിവിധ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകൾ. ആ സംഘടനകളിൽപ്പെട്ട ഇതിന് സേവന തൽപരരായിട്ട് ഒരു പ്രതിഫലച്ചയും കൂടാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ട് ആ പാലിയേറ്റീവ് പരിചരണ രംഗത്തെ ഒന്നുകൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപാധികൾ, ഉപകരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സ്കീമുകൾ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. പാലിയേറ്റീവ് പരിചരണത്തിന് അത്തരത്തിലുള്ളൊരു മുന്നോട്ടുള്ളൊരു വിഭാവനം അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു കുറച്ചുകൂടി ഈ പാലിയേറ്റീവ് പരിചരണ രംഗത്തെ സമ്പുഷ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട്. അതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സ്ത്രീ പദവി പഠനവും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെ സ്ത്രീ പദവികളുടെ പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വളരെ വസ്തുതാപരമായിട്ട് ഒരുപാട് കാലങ്ങൾ എടുത്തുകൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഉള്ള ചില കണ്ടെത്തലുകളുണ്ട്. നമ്മൾ എവിടെയൊക്കെയാണ് വികസന വിടവുകളുള്ളത്, അപ്പോൾ ആ വികസന വിടവുകളെ കണ്ടെത്തി അതിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷവും ലിംഗസമത്വത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷവും ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി സ്ത്രീകളുടെ പങ്കാളിത്തം വിവിധ മേഖലകളിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് സാമൂഹ്യ പങ്കാളിത്തത്തിൽ അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക മേഖലകളിലെ പങ്കാളിത്തത്തിൽ അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനെ ആ പരിമിതിയെ മറികടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താം. മറ്റൊന്ന്, കേരളത്തിലെ സംസ്ഥാന സർക്കാർ ബ്ലോക്ക് പഞ്ചായത്തുകളെ കൊണ്ട് ഏറ്റെടുത്ത് നടത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സാംസ്കാരിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് പ്രവർത്തനം, വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വിവിധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിവിധങ്ങളായിട്ടുള്ള കലാപരിശീലനം. അപ്പോൾ അതിൽ പരിശീലനം കൊടുക്കുന്നവർക്കുള്ള ഹോണററി ഉൾപ്പെടെ ഗവൺമെൻറ് നിശ്ചയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീതം ഉൾപ്പെടെ നൽകിക്കൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒരു ജനകീയമാക്കി അതിൽ കുറച്ചുകൂടി ഒരു പങ്കാളിത്തം ഉറപ്പിക്കുന്ന വിധത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പരമ്പരാഗതമായിട്ടും അല്ലാതെയൊക്കെയുള്ള കലകളെ സംരക്ഷിക്കുകയും അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അപ്പോൾ ആ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് നടത്തണം. അത് നമ്മുടെ സമൂഹത്തിന്റെ പൊതു സൗഹാർദ്ദ അന്തരീക്ഷത്തെയും സാംസ്കാരിക പാരമ്പര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അത് കുറച്ചുകൂടി നമ്മുടെ സമൂഹത്തിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കലകൾക്ക് സാധിക്കും. അപ്പോൾ ആ കലാപരിശീലനത്തിന് കുറച്ചുകൂടി ഒരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വിഭാവനം ചെയ്യേണ്ടതുണ്ട്. അതിൽ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവജനങ്ങളുടെ പങ്കാളിത്തം, പ്രത്യേകിച്ച് ജെൻസി കാലഘട്ടമാണ്. അപ്പോൾ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ ഇതിൻ്റെ തുടർച്ചയിലായിട്ട് നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ കാര്യങ്ങൾക്ക്, പുതിയ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. 2000-ന് ശേഷം വളർന്നു വന്നിട്ടുള്ള യുവജനങ്ങളാണ് ഇപ്പം വോട്ട് ചെയ്തതിൽ ഒരു ഗണ്യമായിട്ടുള്ള വിഭാഗം.
അപ്പോൾ അതിൽ തന്നെ 2010 ശേഷമുള്ള പുതിയ ജനറേഷനെ അഭിമുഖീകരിക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. 2030 ആകുമ്പോഴേക്കും അവർ പ്രായപൂർത്തിയിൽ കഴിഞ്ഞവരായി മാറും. അപ്പോൾ അവരെയും കൂടി കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ കൂടി വിഭാവനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വായനശാലകളെ, ഗ്രന്ഥശാലകളെ ഒക്കെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതോടൊപ്പം തന്നെ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി കഴിയാത്ത ഒന്നാണ് മാലിന്യ പരിപാലന രംഗത്തുള്ള നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം. കേരളത്തിലെ ഹരിതകർമ്മ സേനയുടെ പങ്കാളിത്തം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയിൽ മാലിന്യ സംസ്കരണ രംഗത്ത് കുറച്ചുകൂടി നമുക്ക് സംസ്കരണ മേഖലകളിൽ നവീനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ തുടർച്ചയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്. ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പല ഉച്ചകോടികളും കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ഉച്ചകോടികൾ ചേരുന്നു. അപ്പോൾ അതിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർബൺ ബഹിർഗമനാണ്. അപ്പോൾ കാർബണിൻ്റെ ബഹിർഗമനം കുറക്കുന്നതിനാവശ്യമായിട്ടുള്ള കാർബൺ ന്യൂട്രൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റാൻ പഞ്ചായത്തുകളുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് സാധിക്കും. അതിനാവശ്യമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന പ്രൊജക്റ്റുകൾക്ക് വരും വർഷങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് നാളേക്കുള്ള ഈ ഭൂമിയെ കൂടി കരുതിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ തുടർച്ചയിലുണ്ടാവും. മറ്റ് വിവിധ മേഖലകളിലുള്ള പദ്ധതികൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും അതിലൊക്കെ ജനകീയമായിട്ടുള്ള പിന്തുണ, ജനകീയമായിട്ടുള്ള അടിത്തറയും കൂടി ഇതിനാവശ്യമാണ്. സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ഇടയിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അനന്തമായിട്ടുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ആ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യവും ഹൃദ്യവുമാകുന്ന പദ്ധതികൾ, അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന പദ്ധതികൾ, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പദ്ധതികൾ നമുക്ക് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ച കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഈ തദ്ദേശ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉറപ്പ്. തദ്ദേശ സഞ്ചാരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ കൂടുതൽ തദ്ദേശ സ്ഥാപന സാരഥികളെ പരിചയപ്പെടാം. നമസ്കാരം.